ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ റമദാനിലെ ഡേ 1ൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 3:15 ടൈമൊക്കെ ആയ സമയത്താണ് ഞാൻ ഇന്ന് കിച്ചണിലേക്ക് കയറിയത്. ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെയാണ് കേട്ടോ. നോമ്പ് ഒന്നിന് എന്തായാലും ഒരു തപ്പിപ്പിടുത്തം തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ ഇതുവരെ വേറെ റൂട്ടീനിൽ നിന്ന് പെട്ടെന്നൊരു ഇതിലേക്ക് അങ്ങ് ചേഞ്ച് ആവുമല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനിരിക്കുമ്പോൾ എന്തായാലും ടൈം വൈകും. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ടൈം കണക്കാക്കിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്കായിട്ട് കട്ട്ലേറ്റും അതുപോലെ പക്കവടയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ വന്ന പാട് കട്ട്ലേറ്റിലേക്കുള്ള പൊട്ടറ്റോ ഒക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ നോമ്പിൻ്റെ അവസ്ഥ? ചൂടൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഒരുപാട് ടൈമൊന്നും അങ്ങനെ കിച്ചണിൽ അങ്ങ് നിൽക്കാനൊന്നും പറ്റുന്നില്ല. ഗ്യാസ് ആണെങ്കിൽ കൂടി ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ അടുപ്പുള്ളവരുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ എൻ്റെ ഒപ്പം കിച്ചണിൽ ഞാൻ കയറിയ പാടന്നെ ഇസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന പാടന്നെ ആൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഒപ്പം തന്നെ ഇനൂസിന് നോമ്പാണ് കേട്ടോ. അപ്പോൾ ആളും കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. മര്യാദയ്ക്ക് വെള്ളം കുടിക്കുന്നില്ല, നോമ്പാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ സോപ്പിട്ടിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ നമുക്കിന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നോമ്പൊന്നിന് മെയിൻ കടിയായിട്ട് നമ്മൾ അധികവും പത്തിരി തന്നെയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കാറുള്ളത്. വയനാട്ടുകാർ അധികം അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പത്തിരി നമ്മുടെ മെയിൻ ഡിഷാണല്ലോ. നോമ്പൊന്നിന് അധികം വീട്ടിലും പത്തിരി തന്നെ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇത് കുഞ്ഞാക്ക കുറച്ച് നേരത്തെ കൊണ്ടു തന്നിട്ട് ആൾ പണിക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അതിലിടക്ക് കുറച്ച് ടൈം കിട്ടിയപ്പോൾ വന്നിട്ട് കൊണ്ടു തന്നിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ ഞാൻ കഴുകാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കിച്ചണിൽ കയറിയ സമയത്താണ് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ 3ആക്കിയിട്ട് ഭാഗിക്കുകയാണ്. നമുക്ക് നോമ്പിനൊക്കെ ആകുമ്പോൾ അധികം ചിക്കനോ കറികളോ ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും കുറച്ച് തന്നെ മതിയായിരിക്കും. എന്നാൽ നല്ല ടേസ്റ്റി വിഭവങ്ങളൊക്കെ ആയിരിക്കണം എന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഞാൻ കട്ട്ലേറ്റിലേക്ക് വേണ്ടിയിട്ട് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിക്കനിന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അത് നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ വെച്ചാൽ എന്തായാലും വേസ്റ്റായി പോകും. ആർക്കും ഇവിടെ നമ്മുടെ വീട്ടിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒരുപാട് കറിയൊന്നും വേണ്ട കേട്ടോ നോമ്പിന്. അപ്പോൾ പിന്നെ അതാ 2 ദിവസത്തേക്കുള്ളത് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാത്തിൻ്റെ റെസിപ്പീസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നമ്മുടെ റംദാൻ ഒന്നിൻ്റെ വിശേഷങ്ങൾ അങ്ങ് ഷൂട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ആ കട്ട്ലറ്റിലേക്ക് പിന്നെ ഞാൻ ചിക്കൻ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോമ്പൊക്കെ എടുത്ത വയറ്റിലേക്ക് ഭയങ്കര എരിവുള്ളതൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ എന്തോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ലൈറ്റായിട്ടൊരു മാരിനേഷനൊക്കെ ചെയ്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിയിലേക്കും അതുപോലെ പക്കവട ഇതിലേക്കൊക്കെയുള്ള സവാള വെജീസ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോപ്പർ പൊട്ടിപ്പോയത് ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഒരു സമയത്താണ് കേട്ടോ അതിൻ്റെ ആ ഒരു വില മനസ്സിലാകുന്നത്. നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. നോമ്പിൻ്റെ സമയത്താണ് നമ്മൾ സ്നാക്സൊക്കെ അധികമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുമല്ലോ. ഇന്നിപ്പോൾ ഞാൻ കുറച്ചധികം ഒന്ന് ബുദ്ധിമുട്ടിട്ടോ. ഒന്നാമത് എൻ്റെ കത്തിക്ക് മൂർച്ച കുറവാണ്. ഇനിയിപ്പോൾ ഇൻഷാ അള്ളാ ഒരു ചോപ്പർ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിലിടക്ക് ഞാനൊന്ന് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2-3 വട്ടം യൂസ് ചെയ്തപ്പോഴത്തേക്ക് അതങ്ങ് പൊട്ടിയിട്ടോ. എന്തോ ചീപ്പ് റേറ്റിൽ കിട്ടിയതാണ്. അപ്പോൾ നല്ലത് തന്നെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ കറിയിലേക്കും സ്നാക്സിലേക്കൊക്കെ ഉള്ള ഐറ്റംസൊക്കെ കട്ടാക്കിയിട്ട് വേറാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു പണി ഇപ്പോൾ കഴിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് മെയിനായിട്ട് ഈ ഒരു കട്ടിങ് എളുപ്പമാണോ ചോദിച്ചാൽ എളുപ്പമാണ്. എന്നാലും ഇങ്ങനെ കുറേ അങ്ങ് കട്ട് ചെയ്യാനുണ്ടാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. പ്രത്യേകിച്ച് സവാളയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല എരിവല്ലേ. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ ചിക്കൻ കറി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കന് നമ്മുടെ കട്ട്ലറ്റിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2ലേക്കും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. എന്നാൽ പിന്നെ വെളിച്ചെണ്ണയിൽ ചിക്കൻ അങ്ങ് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് മസാലയും വാട്ടിയെടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അതെടുക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ തേങ്ങ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചിക്കൻ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. പത്തിരിയിലേക്ക് ഇവിടെ എല്ലാവർക്കും തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറിയാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിലിടയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മൾ റമദാൻ ഒന്നിന് ഉണ്ടാക്കിയത്. പത്തിരി, കട്ട്ലൈറ്റ്, ചിക്കൻ കറി, അതും ചിക്കൻ തേങ്ങ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഈ വർഷം എന്താ പറയുക അതുപോലെ തന്നെ ആയിപ്പോയിട്ടുണ്ട്. ഈ വർഷം പക്കവട ഞാനൊന്ന് എക്സ്ട്രാ ആക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ജ്യൂസ് ഞാനിന്ന് വത്തക്കയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ വർഷവും. പിന്നെ വത്തക്ക ജ്യൂസ് നമ്മുടെ വീട്ടിൽ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. നോമ്പായാലും അല്ലെങ്കിലൊക്കെ വത്തക്കേൻ്റെ ഒരു സീസണായാൽ പിന്നെ നമ്മൾ അധികവും ജ്യൂസ് റെഡിയാക്കി എടുക്കും. എല്ലാവർക്കും നേർപ്പിച്ച വത്തക്ക ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നോമ്പ് തുറന്ന സമയത്ത് അതങ്ങ് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു കൂളിംഗ് ആണ് കേട്ടോ. വേറെ എന്ത് ജ്യൂസ് കുടിക്കുന്നതിനും കാട്ടി ഒരു ഫ്രഷ് എനർജി ഈ ഒരു വത്തക്ക ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്കിവിടെ കിട്ടാറുണ്ട്. നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മളിടുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ പോകാറില്ല. എന്താ പറയുക, ഞാൻ കുറച്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുക്കും തിളക്കമായിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും മുമ്പോട്ട് പോകാതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങയും കൂടി ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയിലേക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നേ ഉള്ളൂ. കാരണം നമ്മൾ സവാളയൊക്കെ വഴറ്റി വെക്കുന്ന ചിക്കൻ കറി ആയതുകൊണ്ട് മുളകിട്ട് എടുത്തിട്ട് പിന്നെ അത് തേങ്ങ അരച്ച് വെക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ബീഫ് വെക്കുന്നത് പോലെ കുഴച്ചിട്ടല്ല വെക്കുന്നത്. അങ്ങനെ വെക്കുന്നത് ഇവിടെ ആർക്കും തീരെ താല്പര്യമില്ല കേട്ടോ. നമ്മൾ വഴറ്റിയിട്ട് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ചിക്കനൊക്കെ വെന്ത് വന്നപ്പോൾ അതങ്ങ് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ ഞാൻ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചോപ്പറില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടും സവാളയിൽ ചെറിയ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ കത്തി വെച്ചിട്ടൊന്ന് ഉടച്ചങ്ങ് കൊടുത്തേക്കാണ്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷമല്ലേ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ തേങ്ങ അരക്കുന്നതിന് മുമ്പ് ആ ഒരു ജാറിൽ തന്നെ നമുക്ക് കട്ട്ലേറ്റിലേക്കുള്ള ബ്രെഡും കൂടെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ 2 ജാർ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് കഴുകാനൊന്നും നിന്നിട്ടില്ല, ഡയറക്റ്റായിട്ട് തേങ്ങ അങ്ങ് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2-3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. വേറെ എന്താ പറയുക, ജീരകമോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ അത് അരച്ചിട്ട് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജ്യൂസാണ്. ജ്യൂസ് ഞാൻ അധികവും കിച്ചണിൽ കയറിയാൽ ഫസ്റ്റ് റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. ഇന്നെന്തോ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർമ്മ വന്ന സമയത്ത് വേഗം അങ്ങ് ജ്യൂസ് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് തണുത്ത ജ്യൂസ് കുടിക്കാനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. നമുക്ക് ഇതുപോലെ എന്താ പറയുക, പഠിച്ച ദിവസം അയച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല, തണുപ്പൊന്നും കഴിച്ചിട്ട് നമുക്കായാലും കുട്ടിയൊക്കെയായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തണുത്ത തന്നെയാണ് എപ്പോഴും കഴിക്കാറുള്ളത്. പിന്നെ വത്തക്കയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വേറെ ഇപ്പോൾ കാര്യമായിട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വത്തക്ക ജ്യൂസ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന്. പിന്നെ പാൽ വെച്ച് അടിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം പ്ലെയിൻ ആയിട്ട് അടിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ 2 ബാച്ചാക്കിയിട്ടാണ് ഞാൻ വത്തക്ക ജ്യൂസൊക്കെ അടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കുരുവൊന്നും നമ്മൾ അരിക്കാറില്ല കേട്ടോ. നല്ലോണം നമ്മൾ എന്താ പറയുക, ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അതൊക്കെ അടിയിലേക്ക് പോയിക്കോളൂ കേട്ടോ. അങ്ങനെ ഞാൻ ജ്യൂസ് അടിക്കുന്നതിൻ്റെ ഇടയിലാണ് കുഞ്ഞാക്ക കുറച്ചൊരു ഫ്രൂട്ട്സും അതുപോലെ സോസൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ കട്ട്ലേറ്റൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് മെയിൻ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ, പത്തിരി ചുടൽ കഴിഞ്ഞിട്ടില്ല. ചില സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ പത്തിരി പരിപാടി അങ്ങ് തീർക്കും. ഇന്നിപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ലാസ്റ്റ് അതിന് നിൽക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് ടൈം എടുക്കുമല്ലോ, അപ്പോൾ പിന്നെ ലാസ്റ്റ് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആദ്യം കട്ട്ലേറ്റൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുത്തു. ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു മൂടിയിൽ വെച്ചിട്ടാണ്. എന്നാൽ പിന്നെ എല്ലാം ഒരേപോലെ കിട്ടുമല്ലോ, ചിലപ്പോൾ വലുതും ചെറുതായിട്ടൊന്നും നിൽക്കില്ല. അങ്ങനെ 2 സ്നാക്കും കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്, ഓവറായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഇനിയിപ്പോൾ അതൊന്ന് മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റക്കൊക്കെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സൂക്ഷിച്ചൊക്കെ ചെയ്യുക, ഇല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രെഡൊക്കെ നാശമായി പോകും കേട്ടോ. ഞാനിവിടെ 2 കൈ കൊണ്ട് ചെയ്തിട്ട് പിന്നെ മറ്റേ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ടും ഓരോ കയ്യിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ് കൂടുതൽ നല്ലത്. പിന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി കഴിഞ്ഞ വർഷം നമ്മുടെ റംലാൻ വ്ലോഗിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഒരു റെസിപ്പീസും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാത്തത്. കട്ട്ലേറ്റൊക്കെ എല്ലാവർക്കും അറിയുന്ന ഐറ്റമാണല്ലോ. അങ്ങനെ അതും അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പാക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ പൊട്ടി പോവാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രൈ ആക്കി നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ആ സമയമാകുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ വിസിലടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വറവിട്ടും കൂടി എടുക്കണം കേട്ടോ. ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടാണ് വറവിട്ടെടുക്കുന്നത്. ഈ സമയത്ത് ഇസു എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അവളുടെ കാലാണ് ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നത്, സ്ലാവിൻ്റെ മേലെ ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ മാറാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതും കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ കറിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ നല്ല അടിപൊളി തേങ്ങ അരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോമ്പായത് കാരണം ഉപ്പും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം കേട്ടോ ഇതൊക്കെ നോക്കിയിട്ട് സെറ്റാക്കി എടുക്കുക. പിന്നെ നമ്മൾ തേങ്ങ അരച്ച ചിക്കൻ കറിയിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറിയിൽ പൊതുവേ അധികാരം മല്ലിയില യൂസ് ആക്കുന്നത് കണ്ടിട്ടില്ല. നമ്മൾ ഗ്രേവിയൊക്കെ ആയിട്ട് വെക്കുമ്പോഴാണല്ലോ അധികമായിട്ട് ഇടുക. അപ്പോൾ തേങ്ങ അരച്ച് വെക്കുന്ന ചിക്കൻ കറിയിൽ ലാസ്റ്റായിട്ട് ഒരുപാട് ആവരുത്, കുറച്ചൊരു മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കറീൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് പത്തിരി പരിപാടിയിലേക്ക് അങ്ങ് നിന്നിട്ടുണ്ട് കേട്ടോ. മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്ലേറ്റിലിട്ടിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഓവർ ചൂടങ്ങ് വരില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴഞ്ഞും കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക, അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇതെന്നാണ് ഞാൻ പത്തിരി ചുട്ടെടുക്കുന്നത്. പിന്നെ പ്രസ്സിലാണ് കേട്ടോ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്, പരത്താനൊന്നും നിന്നിട്ടില്ല.
പരത്തിയിട്ട് പത്തിരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ എന്താ പറയുക, ഒരുപാട് ടൈം എടുക്കും, പിന്നെ നല്ല ചൂടുമല്ലേ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കട്ടിയില്ലാണ്ട് തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ അപ്പുറത്ത് ഇതാ ഞാൻ ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പൊലിച്ചത്തേക്കുള്ള ചോറും കൂടി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാമല്ലോ. പിന്നെയും കിച്ചണിൽ വന്ന് അങ്ങ് ചെയ്യണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ എല്ലാ പരിപാടികളും അങ്ങ് തീർത്ത് വെക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ പൊതുവേ ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ആക്കാതിരുന്നത്. ഇനിയിപ്പോൾ അതാ നമ്മുടെ പത്തിരി ചുരൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞല്ലോ പക്കവടയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ നേരത്തെ അതിനുള്ള സവാളയും കാര്യങ്ങളൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കുകയാണ്. ഞാനിതിലേക്ക് 2 സ്പൂൺ കടലപ്പൊടിയും 2 സ്പൂൺ മൈദയും അതുപോലെ 1 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു ബേക്കിംഗ് സോഡയും മുളക് പൊടിയും അതുപോലെ ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു ടേസ്റ്റും കൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ആ ഒരു പരുവത്തിനാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അപ്പുറത്ത് ഫ്രൈ ആക്കാനുള്ള എണ്ണ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറ് തിളച്ചപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചൂടായ എണ്ണ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ കൈകൊണ്ട് നുള്ളിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി വരും കേട്ടോ. ഒരുപാട് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട, ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തട്ടുകടയിലൊക്കെ റെഡിയാക്കി എടുക്കുന്ന അതേ രീതിയിലാണ്. മൊത്തത്തിൽ നമ്മൾ കടലമാവ് മാത്രം ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് തണുത്ത് പോകും. ഇത് അരിപ്പൊടി മൈദയൊക്കെ ഒരേ അളവിൽ ചേർക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. അങ്ങനെ ഇതാ ഫസ്റ്റ് ട്രിപ്പൊക്കെ പൊരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് ഞാൻ ആകെ ഒരു സവാള വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഒരു സവാള കൊണ്ട് തന്നെ നമുക്ക് ഒരുപാടെണ്ണം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ആ പക്കവട പൊരിച്ച ഓയിൽ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഇതാ കട്ട്ലേറ്റും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കട്ട്ലേറ്റൊന്നും പിന്നെ ഡീപ്പ് ഫ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി. ഇതിപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. നമ്മൾ ബ്രെഡ് കോട്ട് ചെയ്തതല്ലേ, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ട്രിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പും ഏകദേശം ഒരു സൈഡൊക്കെ കുക്കായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാൻ ടൈമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇന്നിപ്പോൾ ഇതാ വത്തക്ക ജ്യൂസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും ഓറഞ്ചും അതുപോലെ വത്തക്കയും പിന്നെ കുറച്ചൊരു മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ അങ്ങ് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ ടേബിളിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും കൂടിയേ ഉള്ളൂ. ഇവിടുന്ന് ആദ്യം സെറ്റാക്കി വെച്ചാൽ പിന്നെ കുട്ടികളങ്ങ് എടുത്തുകൊണ്ട് വെച്ചോളൂ കേട്ടോ. അതിനാണ് ഞാൻ ആദ്യം ഇങ്ങനെ അങ്ങ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ എല്ലാ ഐറ്റംസുമായി അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.